എന്നാലും എന്തായിരിക്കും ദേ ഇത്രയും നേരമായിട്ടും എഴുന്നേക്കാത്തത്? ആര് താടിക്ക് കൈകൊടുത്തിരുന്നോണ്ട് അച്ചുവിനോട് ചോദിച്ചു. ആ, ആർക്കറിയാം. നീ ചുമ്മാതിരിക്കുവാണെ ദാ എന്റെ ഈ ചുരിദാർ ഒന്ന് തേച്ചതാ. അച്ചു ഒരു ചുരിദാറിന്റെ ടോപ്പ് എടുത്ത് നിവർത്തി കാണിച്ചോണ്ട് ആരുവിനോട് പറഞ്ഞു. പിന്നെ എനിക്കതല്ലേ പണി. ഞാനാണെ ആ മനുഷ്യനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതിന്റെ ടെൻഷനിൽ ഇരിക്കുമ്പോഴാ അവിടെ ചുരിദാർ തേക്കല്. കാല് മേലെങ്കിലും വീട്ടിൽ കിടക്കണം, അല്ലാതെ ഊര് തണ്ടാൻ പോവുമല്ല വേണ്ടത്. അച്ചു ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് ആ വായിൽ തന്നെ മഹിയ കുറ്റവും പറഞ്ഞു ആരും. കാരണം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ മുതൽ ആളെ തിരക്കുന്നതാ. റൂമിൽ ചെന്നിട്ട് അവിടെ കാണാതെ അടുക്കളയിലേക്ക് പോയി. ഉഷാമ്മയോട് ചോദിക്കാമെന്ന് കരുതി ചെന്നപ്പോൾ ഈ നേരത്താണോ എഴുന്നേക്കുന്നതെന്ന് ചോദിച്ച് ലക്ഷ്മിയമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടു. പിന്നെ ഉഷാമ്മയെ സോപ്പിട്ടപ്പോ ആൾ എവിടെ പോയെന്നറിയില്ല. അപ്പൂനെയും മഹിയും ശ്യാമും കാത്തി രാവിലെ വന്ന് കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. അച്ചു ആരുവിന്റെ പിറുവിറുപ്പ് നോക്കി അവളുടെ ചുരിദാർ തേച്ചിട്ട് നേരെ കുളിക്കാൻ പോയി. ഇന്നലെ രാത്രി മൊത്തം സൊള്ളിയതാ, എന്നിട്ടിപ്പോ കാണാതെ വന്നപ്പോ അവളുടെ മുഖം കണ്ടില്ലേ? അച്ചു ബാത്റൂമിൽ കയറിയെന്ന് പിറുപിറുത്തു. എനിക്കും അവസരം കിട്ടും, അന്നേരം ഞാൻ നിനക്ക് പകരം വീട്ടിക്കോളാം മോളെ ആരു. ആരുവിനോടുള്ള ദേഷ്യം അച്ചു സോപ്പ് തേച്ചങ്ങ് തീർത്തു. ദേഹ കുളിച്ചു വരുമ്പോഴേക്കും തുമ്പിപ്പെണ്ണ് ഉണർന്നിരുന്നു. പിന്നെ തുമ്പിപ്പെണ്ണിനെ എടുത്ത് ഫ്രഷാക്കി ഒരു ടെൻഷനോടെയാണ് ദേ താഴേക്ക് ഇറങ്ങിയത്. ദേ താഴേക്ക് ചെല്ലുമ്പോൾ ഹോളിൽ തന്നെ ലക്ഷ്മിയമ്മയും ഉഷാമ്മയും ഇരിക്കുന്നു. അവൾ അവരെ രണ്ടുപേരെയും നോക്കി ഒരു ചമ്മിയെ ചിരി ചിരിച്ചു. ലക്ഷ്മിയമ്മയും ഉഷാമ്മയും കണ്ടിരുന്നു ചമ്മിയെ ചിരിയോടെ വരുന്ന ദേ. അപ്പച്ചി, ഞാൻ കുറച്ച് താമസിച്ചു പോയി, ദയ വിഷമത്തോടെ ലക്ഷ്മിയമ്മയോട് പറഞ്ഞു. അതിനെന്താ മോളെ, എന്ന് മോള് തന്നെയല്ലേ രാവിലെ എഴുന്നേക്കുന്നത്. ഇന്ന് ഇച്ചിരി താമസിച്ചെന്ന് പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല. ലക്ഷ്മിയമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും എന്തോ ദയക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു താമസിച്ചെഴുന്നേറ്റത്. ആ, മോൾക്കൊന്ന് കോളേജിൽ പോണ്ടേ, പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ദേ വരുന്നു ആരു വച്ചു, നിങ്ങൾ മൂന്നും കഴിച്ചിട്ട് വേഗം പോവാൻ നോക്ക്. തുമ്പിമോൾക്ക് അപ്പച്ചി ആഹാരം കൊടുത്തോളാം. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന അച്ചുവിനെ ആരുവിനെ നോക്കിക്കൊണ്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു. അപ്പോഴും ദയുടെ കണ്ണുകൾ ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ അപ്പുവട്ടന് വേണ്ടി. അവൾക്ക് ലക്ഷ്മിയമ്മയോട് ചോദിക്കാൻ എന്തോ മടി തോന്നി. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. എന്നാൽ എവിടെ പോയി? താഴേക്ക് ഇറങ്ങി വരാൻ നേരം മങ്ങേട്ടന്റെ റൂമിലേക്ക് നോക്കിയതുമില്ല. ദയ നിരാശയോടെ ഓർത്തു. അപ്പോഴേക്ക് ആരും അച്ചുവും താഴേക്ക് എത്തിയിരുന്നു. ദയെ നോക്കി രണ്ടുപേരും ഒരു ആക്കിച്ചിരിയോടെ നിന്നു. വാ മൂന്നും, കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് നേരത്തെ പോവാൻ നോക്ക്. ബസ്സൊക്കെ കിട്ടി അങ്ങ് ചെല്ലുമ്പോ അല്ലെങ്കിൽ താമസിക്കും. ലക്ഷ്മിയമ്മ അതും പറഞ്ഞുകൊണ്ട് തുമ്പിമോളെ എടുത്തോണ്ട് ഡൈനിങ് റൂമിലേക്ക് പോയി. എന്താ മോളെ ഇന്ന് താമസിച്ചത്? ആര് വന്ന് ദയുടെ അടുത്തേക്ക് നിന്ന് അവളുടെ തോളിൽ ഒരു തട്ട് കൊടുത്തോണ്ട് ചോദിച്ചു. എന്തോ നടന്നിട്ടുണ്ട്, ആര് തറയിൽ കാലുകൊണ്ട് കളം വരച്ചോണ്ട് പറഞ്ഞു. അവളുടെ നിൽപ്പും പറച്ചിലും ഒക്കെ കേട്ടപ്പോൾ അച്ഛൻ എന്തോ കത്തിയതുപോലെ അവളും ദയെ നോക്കി നാണത്തോടെ ചിരിച്ചു. രണ്ടുപേരുടെ നാണിച്ചുള്ള നിൽപ്പ് കണ്ട് ദയ്ക്കൊന്നും മനസ്സിലാവാതെ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ എന്തോ കത്തിയതുപോലെ അവള് രണ്ടിനെയും തുറച്ചു നോക്കിയിട്ട് രണ്ടിനെയും ചെവി പിടിച്ചൊന്ന് കിഴുക്കി. അയ്യോ, ഞങ്ങൾ ചുമ്മാ തമാശ കാണിച്ചതാ പെണ്ണെ, പിടി വിട്. ദയയുടെ കയ്യിൽ കയറി പിടിച്ചോണ്ട് രണ്ടും തുള്ളാൻ തുടങ്ങി. ഇനി ഇങ്ങനെ മേലി പറഞ്ഞേക്കരുത് കേട്ടല്ലോ. അന്നും പറഞ്ഞ് അവളുമാരുടെ ചെവിയിലെ പിടുത്തം വിട്ടിട്ട് ദയ ഡൈനിങ് റൂമിലേക്ക് നടന്നു. നിനക്ക് ബുദ്ധിയില്ലേ ആരു? അപ്പോട്ടെന്റെ കൈ ഒയ്യാത്തല്ലേ, പിന്നെ എങ്ങനെയാ? അച്ചുവിന്റെ തുറന്നു പറച്ചിൽ കേട്ട് ആരും അവളുടെ വാ പൊത്തിപ്പിടിച്ചു. ഉണ്ടാതിരി പെണ്ണെ, ആരെങ്കിലും കേട്ട പിന്നെ പറയണ്ടല്ലോ. ആരും അച്ചുവിന്റെ വായിൽ പൊത്തിപ്പിടിച്ചോണ്ട് പറഞ്ഞു. അച്ചു മനസ്സിലായ എന്ന പോലെ അവളെ നോക്കി തലയാട്ടി. വാ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. അതും പറഞ്ഞ് ആരും അച്ചുവിനെയും പിടിച്ചോണ്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു. ഞാൻ വരണ്ടായിരുന്നു അല്ലേ ആരു? മോളുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല. കോളേജ് ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയിട്ട് 3 പേരും കൂടെ കോളേജിലേക്ക് നടക്കുന്നതിനിടെ ദയ സങ്കടത്തോടെ പറഞ്ഞു. ആ ബെസ്റ്റ്, പിന്നെ നീ പഠിപ്പ് നിർത്തുവാ? അച്ചു അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് ദയ അച്ചുവിനെ തുറച്ചു നോക്കി. നീ നോക്കാൻ പറഞ്ഞതല്ല, ഇത്രയും ദിവസം നീ കൂടെ നിന്നിട്ട് ഇന്ന് പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ അവൾക്ക് വിഷമായതാ. നീ വിഷമിക്കാതെ, നാളെ ആകുമ്പോ അവൾ ഓക്കെ ആകും. അച്ചു അവളുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അതിന് ദയ സങ്കടത്തോടെ ഒന്ന് മൂളി. ആരുവിന്റെ സൗണ്ട് ഒന്നും കേൾക്കാതെ വന്നപ്പോൾ അച്ചുവും ദയും അവളെ നോക്കി. നീ എന്തോ ആരു തിരിഞ്ഞു നോക്കി വരുന്നത്? ആരുവിന്റെ തിരിഞ്ഞു നോക്കിയുള്ള നടപ്പ് കണ്ടുകൊണ്ട് അച്ചു ചോദിച്ചു. നമ്മളെ ആരും ഫോളോ ചെയ്യുന്ന പോലെ തോന്നിയടി. ഇവിടെ വെച്ചല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് എനിക്ക് തോന്നിയതാ. നിങ്ങളെ പേടിപ്പിക്കേണ്ട എന്ന് വെച്ച് ഞാൻ പറയാതിരുന്നതാ. ആരും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവളുമാരോട് പറഞ്ഞു. ആരുവിന്റെ പറച്ചിൽ കേട്ടതും ദയോ അച്ചു ചെറിയ പേടിയോടെ ചുറ്റും നോക്കി. കോളേജ് പിള്ളേര് അവിടെ എവിടെ കൂട്ടം കൂടി നിൽക്കുന്നു. പിന്നെയും ഒരുപാട് ആളുകൾ അതിലേ ഇതിലേ ആയിട്ടൊക്കെ പോകുന്നുണ്ട്. നിനക്ക് തോന്നിയതാകും ആരു. ഇവിടെ അങ്ങ് ആരും കാണാനില്ല, നിങ്ങൾ വരാൻ നോക്ക്. അച്ചു ദയയുടെ ആരുവിന്റെ കൈ പിടിച്ചോണ്ട് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. അച്ചുവിന്റെ കൂടെ കോളേജിന്റെ ഗേറ്റ് കടക്കും വരെ ദയോ ആരും തിരിഞ്ഞു നോക്കിയാണ് നടന്നിരുന്നത്. അച്ചുവിന്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അവൾ അത് പുറമെ കാണിച്ചില്ല. മൂവരും കോളേജ് ഗേറ്റ് കടന്നത് ബസ് സ്റ്റോപ്പിലെ സൈഡിലെ സ്റ്റാർട്ട് ചെയ്ത് നിന്ന ബൈക്ക് കോളേജ് ഗേറ്റ് ലക്ഷ്യം വെച്ച് വന്നു. ഗേറ്റിന്റെ മുന്നിലെത്തിയതും ആ ബൈക്ക് അവിടെ നിന്ന് ഗേറ്റിന്റെ അടുത്തുനിന്ന് ഒരുവൻ ആ ബൈക്കിലേക്ക് കയറിയതും ബൈക്ക് മുന്നോട്ട് പോയിരുന്നു. അപ്പോഴും അവർ ഇരുവരും തിരിഞ്ഞു കോളേജിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു.
ദയയ്ക്ക് കോളേജിൽ വന്നത് മുതൽ എന്തോ ഒരു വിഷമമായിരുന്നു. തുമ്പിമോള് തന്നെയായിരുന്നു അവളുടെ മനസ്സ് മുഴുവനും. താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുമ്പിമോളുടെ കരച്ചിൽ അത് ദയെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടായിരുന്നു. അച്ചു ആണെങ്കിൽ ക്ലാസ്സിൽ ഒത്തിരി ദിവസം കൂടി വന്നതുകൊണ്ട് അവൾ മറ്റു കുട്ടികളുടെ വിശേഷം അറിയാനുള്ള നടപ്പാണ്. ആരുവിന്റെ മനസ്സിൽ തങ്ങളെ ആരാണ് ഫോളോ ചെയ്തതെന്ന് അറിയാത്തതിന്റെ ടെൻഷനിലും ആ നിമിഷത്തിലൊന്നും ആരും മഹിയെക്കുറിച്ചൊന്നും ചിന്തിച്ചതേയില്ല. അവളുടെ മനസ്സിലെന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നലായിരുന്നു. എന്നാലും അച്ചു, ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ വയ്യ കേട്ടോ, ദേ ആയുഷ് സാറാണ് കല്യാണം കഴിച്ചതെന്ന്. അച്ചു ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് ഓരോരുത്തരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന തൊട്ടു മുന്നിലിരുന്ന അഞ്ജിത അച്ചുവിനോട് ചോദിച്ചത്. അവരുടെ റിലേഷനൊക്കെ അറിയാവുന്നതാണ്. അവളുടെ ചേച്ചിയാണ് സാറ് വിവാഹം ചെയ്തിരുന്നതെന്നും പിന്നെ ഡെലിവറിയോടെ ചേച്ചി മരിച്ചുപോയ കാര്യവും അറിയാം. എന്നാലും അവൾക്ക് എങ്ങനെ തോന്നി ചേച്ചിയുടെ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ? വേറെ ആരെയും കിട്ടാത്തതുപോലെ. അഞ്ജിത താടിക്ക് കൈകൊടുത്തോണ്ട് അച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അഞ്ജിതയുടെ പറച്ചിൽ കേട്ടപ്പോൾ കേട്ടോണ്ടിരുന്നവരുടെ ഒക്കെ മുഖം വല്ലാണ്ടായി. അച്ചുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ചിലപ്പോ അവൾക്ക് ചേച്ചിക്ക് മുന്നിൽ സാറിന് ഒരു നോട്ടം കാണുമായിരിക്കും. അതാ പെട്ടെന്ന് കല്യാണമൊക്കെ നടന്നത്. അഞ്ജിത നിർത്താൻ ഉദ്ദേശമില്ലാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. നിന്റെ നാവ് വെച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞ് ഈ അച്ചുവിന് കളിച്ചു ചിരിച്ച് നടക്കാൻ മാത്രമല്ല അറിയാവുന്നത്. എനിക്ക് വേറൊരു മുഖം കൂടെ ഉണ്ട്. അത് നീ പുറത്തടുപ്പിക്കരുത്. പിന്നെ അവളുടെ സ്വഭാവത്തെപ്പറ്റി പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. നിന്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ഇപ്പോഴും നിനക്ക് നിന്റെ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ബന്ധമുണ്ടോ? അല്ല, നിങ്ങളുടെ ബന്ധം ചേച്ചി കൈയോടെ പിടിച്ചെന്ന് കേട്ടായിരുന്നു. അതിന്റെ പേരിൽ ആ പാവം ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും അറിഞ്ഞല്ലോ, സത്യമാണോടി? അച്ചു ഒരു വിജയച്ചിരിയോടെ അഞ്ജിതയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവളുടെ ചുറ്റും ഇരുന്നവരെ അഞ്ജിതയെ അവജ്ഞയോടെ നോക്കി. അഞ്ജിത നാണക്കേടോട് തല താഴ്ത്തിയിരുന്നു. ഇതാരോടും പറയേണ്ടെന്ന് കരുതിയതാ. അപ്പൊ നീ എന്റെ ദയ അനാവശ്യം പറയുന്നു. നിന്റെ അത്രയും തരം താഴ്ന്ന പ്രവൃത്തിയൊന്നും അവള് ചെയ്യില്ല. നിന്റെ സ്വഭാവമാണ് എല്ലാവർക്കും എന്ന് കരുതരുത് കേട്ടോ. പിന്നെ ഇതുപോലെ അവളോടെങ്ങാനും നീ സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞ അന്നേരം സംസാരത്തിനൊന്നും ഞാൻ നിൽക്കില്ല കേട്ടല്ലോ. അച്ചു പല്ല് കടിച്ച് അത്രയും പറഞ്ഞിട്ട് അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് ആരുവിന്റെയും ദയുടെ അടുത്തേക്ക് നടന്നു. എന്തായിരുന്നു അവിടെ ഒരു ബഹളം? അച്ചു വന്ന ആരുവിന്റെയും ദയുടെ അടുത്തേക്ക് ഇരുന്നതും ആര് ചോദിച്ചു. അതോ, ദയോ അപ്പൂട്ടനോ ആയിരുന്നു അവരുടെ സംസാര വിഷയം. അച്ചു പറയുന്നത് കേട്ടതും അത്രയും നേരം ഡെസ്കിൽ തല ചായ്ച്ചു വെച്ചിരുന്ന ദയ പൊടുന്നനെ നേരെ ഇരുന്നുകൊണ്ട് അച്ചുവിനെ നോക്കി. എന്താടി അവരൊക്കെ പറഞ്ഞത്? ദയ ചെറിയ വിഷമത്തോടെ ചോദിച്ചു. എന്ത് പറയാൻ, എന്റെ ദയമോളുടെ നല്ല മനസ്സാണെന്ന് പറഞ്ഞു, അല്ലാതെ എന്ത് പറയാൻ? അച്ചു ദയയുടെ കവിളി പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, വേദനിക്കുന്നു പെണ്ണെ. അച്ചുവിന്റെ കൈ എടുത്ത് മാറ്റിക്കൊണ്ട് ദയ പറഞ്ഞു. അല്ലാരും, നിനക്ക് ഞങ്ങൾ ഇത്ര അടുത്തിരുന്ന് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ഇപ്പൊ നിനക്ക് കുശുമ്പില്ലേടി? അച്ചു ആരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊരു കുശുമ്പും ഇല്ല എന്റെ പൊന്നെ, എന്നെ വെറുതെ വിട്ടേരെ, ആര് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അച്ചുവും ദയും അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ചെറു ചിരിയോടെ ഇരുന്നു. അപ്പുവും മഹി ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ എടുത്തതിന് ശേഷം ഹോസ്പിറ്റലിന്റെ എൻട്രിയിൽ നിൽക്കുമ്പോഴാണ് അപ്പുവിന്റെ ഫോണിലേക്ക് ബെല്ലടിക്കുന്നത്. ആരാടാ? മഹി അപ്പുവിന്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആദ്യാടാ. എന്തിനായിരിക്കും ഇപ്പൊ വിളിക്കുന്നത്? അറിയില്ല. അതും പറഞ്ഞ് അപ്പു ഫോണും എടുത്തോണ്ട് കുറച്ച് മാറി നിന്ന് സംസാരിച്ചു. അപ്പു എന്തിയടാ? കാർത്തി മഹിയുടെ അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു. അവൻ ആദ്യയുടെ ഫോൺ വന്നപ്പോ അങ്ങോട്ട് മാറി കുറച്ച് അപ്പുറത്തായി മാറി നിൽക്കുന്ന അപ്പുവിനെ കാണിച്ചു കൊടുത്തോണ്ട് മഹി പറഞ്ഞു. ശ്യാം എന്തിയടാ? അപ്പുവിനെ നോക്കി നിൽക്കുന്നവനോടായി മഹി തിരക്കി. പാർക്കിങ്ങിൽ നിന്ന് കാർ എടുക്കാൻ പോയേക്കുവാ. അപ്പോഴേക്കും ശ്യാം കാറും കൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നിരുന്നു. കാറ് വരുന്നത് കണ്ടതും അപ്പു ഫോൺ കട്ട് ചെയ്തിട്ട് അതിന്റെ അടുത്തേക്ക് നടന്നു. എന്താടാ ആദ്യം പറഞ്ഞത്? അപ്പു അവരുടെ അടുത്തേക്ക് വന്നത് മഹി ചോദിച്ചു. അവനെ നമ്മളെ ഒന്ന് കാണണമെന്ന്. കണ്ണന്റെ കാര്യം സംസാരിക്കാനാണ്. ഞാനിവിടെ അടുത്തൊരു കോഫി ഷോപ്പിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്നാ അങ്ങോട്ട് പോവാം. അപ്പു കാറിൽ കയറുന്നതിനിടെ മൂവരോടുമായി പറഞ്ഞു. എന്നാൽ അങ്ങോട്ട് പോവാം. മഹിയും കാർത്തി കാറിൽ കയറിയതോടെ ശ്യാം കാർ മുന്നോട്ടെടുത്തു. അവരുടെ കാർ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് കയറി. ശ്യാം, കാണുന്ന കോഫി ഷോപ്പിലേക്ക് കാർ ഒതുക്കി നിർത്തിക്കോ. അവിടെ ആദ്യയുടെ കാർ ഇടപ്പുണ്ട്. അപ്പൊ തന്നെ മഹിയുടെയും ശ്യാമിന്റെയും കാർത്തിയുടെയും കണ്ണുകൾ ആദ്യയുടെ കാറിൽ ഉടക്കിയിരുന്നു. ഇനി കണ്ണനെ കൊണ്ടുവന്നവന്മാരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയിട്ട് വന്നതാണോ? മഹി സംശയത്തോടെ അപ്പുവിനോട് ചോദിച്ചു. എനിക്കത് തോന്നി. അന്ന് ആദ്യം പറഞ്ഞായിരുന്നു അവന്മാർ ഇവിടം വിട്ടു പോകാൻ ചാൻസ് കുറവാണെന്ന്. എന്തായാലും നിങ്ങൾ വാ, അപ്പ അറിയാലോ എന്താണെന്ന്. പിന്നെ ദത്തം തിരുമേനി ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു ആദ്യം. കണ്ണന്റെ കാര്യം അറിയാനായിരിക്കും. അതും പറഞ്ഞ് അപ്പു കാറിൽ നിന്നിറങ്ങി. കൂടെ മഹിയും കാർത്തിയും ഇറങ്ങിയതും കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്യാം വണ്ടി കുറച്ച് മുന്നോട്ടെടുത്തിരുന്നു. ശ്യാമിനോട് അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അപ്പുവും മഹിയും കാർത്തിയും കൂടെ കോഫി ഷോപ്പിനുള്ളിലേക്ക് കയറി. അവിടെ ആദ്യം കാണാതെ വന്നതും അപ്പു ഫോൺ എടുത്ത് ആദ്യയുടെ നമ്പറിലേക്ക് വിളിക്കാൻ പോയതും കുറച്ചു മാറി തങ്ങൾക്ക് നേരെ കൈവീശി കാണിക്കുന്ന ആദ്യം കണ്ട് മൂവരും അവിടേക്ക് നടന്നു. ഒത്തിരി നേരമായോ വന്നിട്ട്? അപ്പു ആദ്യയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ആദ്യ ചെറു ചിരിയോടെ മൂവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല, നിങ്ങൾ 4 പേരുണ്ടെന്ന് പറഞ്ഞിട്ട്? ആദ്യം മഹിയും കാർത്തിയെ നോക്കിക്കൊണ്ട് അപ്പുവിനോട് തിരക്കി. ഇനി ഒരാളും കൂടെ ഉണ്ട്, അവൻ കാറ് പാർക്ക് ചെയ്യാൻ പോയേക്കുവാ. അപ്പു ആദ്യം നോക്കി പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ?
ആദ്യം അപ്പൂനെ മഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾക്കിപ്പോ ഒരു കുഴപ്പവുമില്ല. അപ്പോഴേക്കും ശ്യാം അവർക്കരികിലേക്ക് വന്നിരുന്നു. ആദ്യം ശ്യാമും പരസ്പരം നോക്കി ചിരിച്ചു. നിങ്ങൾക്കൊക്കെ കോഫി പോരെ? ആദ്യം 4 പേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾക്ക് കോഫി മതി. അപ്പു അവന്മാരെ നോക്കി കണ്ണുകൊണ്ട് ചോദിച്ചിട്ട് പറഞ്ഞു. അത് കേട്ടതും ആദ്യം അപ്പുറത്ത് നിന്ന പയ്യനോട് 5 കോഫിക്ക് ഓർഡർ കൊടുത്തു. ഞാൻ അപ്പുവിനെ കാണണമെന്ന് പറഞ്ഞത് കണ്ണനെ കുറിച്ച് ചോദിക്കാനാണ്. ആദ്യം 4 പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. നമുക്ക് അവിടെ വരെ പോകാൻ പറ്റുമോ അപ്പു? ആരവിനെ ഒന്ന് കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ആദ്യം കുറച്ച് മടിയോടെ ചോദിച്ചു. അതിനെന്താ ആദ്യം, നമുക്ക് പോവാം. അപ്പു ആദ്യയെ നോക്കി ചെറു ചിരിയോടെ പറഞ്ഞു. ആ ചിരി ആദ്യയിലേക്കും പടർന്നു. അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത കോഫി വന്നിരുന്നു. എന്നാ നിങ്ങൾ വിട്ടോടാ, എനിക്ക് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. കോഫി കുടിച്ച് 5 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ കാർത്തി അപ്പുവിനോട് പറഞ്ഞു. എന്നാ ശരിയടാ, പിന്നെ കാണാം. അപ്പു കാർത്തിയുടെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു. എന്നാ ഞാനും അങ്ങോട്ട് പോവാം. ഉണ്ണിയുടെയും വിനോദിന്റെയും വീട്ടിലേക്ക് ഒന്ന് കയറണം. ശ്യാമു അപ്പുവിനോട് മഹിയുടെ യാത്ര പറഞ്ഞ് കാറിന്റെ അടുത്തേക്ക് നടന്നു. അല്ല, അപ്പൊ നിങ്ങൾ എങ്ങനെ പോവും അപ്പു? കാർത്തി അപ്പുവിനോടും മഹിയോടും ചോദിച്ചു. ഞങ്ങൾ ആരവിനെ കണ്ടിട്ട് ഞാൻ വീട്ടിലാക്കിക്കൊള്ളാം. അവർക്കരികിൽ നിന്ന് ആദ്യ കാർത്തിയെ നോക്കി പറഞ്ഞു. എന്നാ ശരി, ശ്യാം എന്നെ വീട്ടിലേക്കാക്കും. അപ്പോഴേക്കും ശ്യാം കാറും കൊണ്ട് വന്നിരുന്നു. അതേ കയറി കാർത്തിയും ശ്യാമും പോയി. അല്ലപ്പൂ, ദത്തൻ തിരുമേനിയെ വിളിച്ചിട്ട് കിട്ടിയോ? അവര് പോയ വഴിയെ നോക്കി നിൽക്കുന്ന അപ്പുവിനോട് മഹി ചോദിച്ചു. ഇല്ലടാ, നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇത്രയും ദിവസം നമുക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോവാൻ പറ്റിയില്ലല്ലോ. അപ്പു മഹിയെ നോക്കി പറഞ്ഞു. മഹി അപ്പുവിനെ ഒന്ന് നോക്കി. അപ്പുവിന്റെ മുഖത്ത് കണ്ണനെ കുറിച്ചുള്ള ടെൻഷനാണ്. ഇനി അവൻ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടായെന്ന് അവന് ടെൻഷൻ കാണും. മഹിയുടെ നോട്ടം അപ്പുവിൽ നിന്ന് അപ്പുറത്തേക്ക് മാറി നിന്ന് ഫോൺ ചെയ്യുന്ന ആദിയിലേക്കായി. എന്നാ നമുക്ക് പോവാം. ഫോൺ ചെയ്ത് കഴിഞ്ഞു വന്നോണ്ട് ആദ്യ ചോദിച്ചു. പോവാം. ഫോണിൽ നോക്കി നിന്ന് അപ്പു പറഞ്ഞതും ആദ്യം ഒതുക്കി പാർക്ക് ചെയ്തിരുന്ന കാറിലേക്ക് കയറി. അപ്പു ആദിക്കൊപ്പോ മഹി ബാക്കിലും കയറി. ആദ്യം അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് കാറ് മുന്നോട്ടെടുത്തു. ആ യാത്രയെ മൂവരും നിശബ്ദരായിരുന്നു. മൂവരുടെയും ചിന്ത 3 രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ആദിയുടെ ചിന്തകൾ അപ്പുവിനെ കുറിച്ചായിരുന്നു. ഇപ്പോഴും അനുജനെ വിശ്വാസമാണ് ആൾക്ക്. തന്റെ അന്വേഷണത്തിൽ ഇപ്പോ വരെയും അവന്മാരുടെ കൂടെ ആരവിനും പങ്കുണ്ട്. താൻ അവിടെ അന്വേഷണത്തിന് പോയപ്പോൾ തനിക്കത് ബോധ്യമായതാണ്. ആയുഷൊക്കെ ആരവിന് ഭേദമായ പുതിയ ജീവിതം കിട്ടിയ പോലെയാണ്. അതാണല്ലോ കോഫി ഷോപ്പിൽ വെച്ച് ആരവിന്റെ കല്യാണക്കാര്യം വരെ ആയുഷ സംസാരിച്ചത്. അപ്പുവിന്റെ മനസ്സിലാകട്ടെ, കണ്ണന് അസുഖമൊക്കെ മാറിയ അമ്മ പറഞ്ഞ പോലെ അച്ചുവിനെ അവനെ ആലോചിക്കാം എന്നായിരുന്നു. ചിലപ്പോ അവൻ വേണ്ടെന്നൊക്കെ വാശി പിടിക്കുമായിരിക്കും. പക്ഷെ അവനെ ഇനി ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. മഹിയുടെ ആരുവിന്റെ കാര്യം ഉറപ്പിക്കുന്ന കൂട്ടത്തിൽ അച്ചുവിനോടും കണ്ണനോടും കൂടെ സമ്മതം ചോദിച്ചു വെക്കണം. എന്നിട്ട് ആദ്യയോട് പറഞ്ഞ് അവന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർത്ത് ഒഴിവാക്കാൻ പറയണം. അവൻ എന്നും എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകണം. അപ്പു ആ നേരം കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടിയിരുന്നു. മഹി ആരുവിന്റെ ചിന്തയിൽ തന്നെ ആയിരുന്നു. പെണ്ണ് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്, മെസ്സേജും അയച്ചിട്ടുണ്ട്. ഇപ്പൊ വിളിക്കാൻ ഒരു നിവർത്തിയുമില്ല മോളെ. നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്റെ കാലിന്റെ പ്ലാസ്റ്റർ എടുത്തത്. മഹി ആരുവിന്റെ ഫോട്ടോയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അല്ലപ്പൂ, ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോ നീ പറഞ്ഞല്ലോ ആ ആക്സിഡന്റ് ആരോ കരുതിക്കുട്ടി ചെയ്തതാണെന്ന്. ആദ്യയുടെ ചോദ്യമാണ് അപ്പുവിനെയും മഹിയെയും ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. എനിക്കങ്ങനെ തോന്നിയിരുന്നു. അപ്പു ആദ്യയെ നോക്കി പറഞ്ഞു. അന്ന് തന്നെയല്ലേ അവന്മാർ നിങ്ങളുടെ വീട്ടിൽ നിന്നും പോയതും? ആദ്യം ഒരു സംശയത്തോടെ ചോദിച്ചു. അതെ, ഞങ്ങൾ പോകുന്നതിന് മുന്നേ അവര് പോയി. മഹിയാണ് അതിന് മറുപടി പറഞ്ഞത്. അതിന് ആദ്യം ഒന്ന് മോളി. അവന്മാരാണോ ഇത് ചെയ്തത്? അപ്പു ഒട്ടൊരു നിമിഷത്തിന് ശേഷം ആദ്യയോട് ചോദിച്ചു. മഹിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ചിലപ്പോ ആകാം. അവന്മാര് ഈ നാട് വിട്ട് ഇതുവരെ പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട് അവന്മാര്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, അവന്മാർക്ക് ആവശ്യമായത് എന്തോ ഇവിടെ ഉണ്ട്. അതാണ് അവന്മാര് ഇവിടെ ഒന്നും പോവാത്തത്. ഒരു പക്ഷെ അത് ആരവിനെ അറിയാമായിരിക്കും. അതാണിപ്പോ അങ്ങോട്ട് പോകാനുള്ള ഉദ്ദേശം. ആദ്യം ഡ്രൈവിംഗ് ശ്രദ്ധ കൊടുത്തോണ്ട് പറഞ്ഞു. അവനെങ്ങനെ അറിയാം അവരുടെ പ്ലാനുകൾ? അപ്പോ ഒരു ടെൻഷനോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആയുഷ്, ആരോ അവന്മാരിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് അവൻ അറിയാൻ കഴിയും. പിന്നെ ഇപ്പൊ അവന്മാർ അന്വേഷിച്ചു വന്നത് എന്തായാലും അതിന് തടസ്സം ആരവാണ്. അതാണ് അവന്മാര് അവനെ അത്രയും ക്രൂരമായി ഉപദ്രവിച്ചത്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ അവന്മാരുടെ നിരീക്ഷണത്തിലാണ്. ഒറ്റയ്ക്ക് ആരെയും പുറത്തേക്ക് വിടണ്ട. വിട്ടാലും ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദയോ ആരും ഒന്നും കോളേജിൽ പോയി തുടങ്ങിയില്ലല്ലോ? ആദ്യം അപ്പുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടതും അപ്പുവിനും മഹിക്കും ടെൻഷനായി. അപ്പു തിരിഞ്ഞ് മഹിയെ നോക്കി. അപ്പോ മഹിയ അപ്പുവിനെ തന്നെ നോക്കുകയായിരുന്നു. രണ്ടുപേരുടെ മുഖത്ത് ഭാവം കണ്ടുകൊണ്ട് ആദ്യം രണ്ടുപേരെ മാറി മാറി നോക്കി. എന്താ, അവര് കോളേജിൽ പോയോ? പെട്ടെന്ന് ആദ്യം അപ്പുവിനോട് ചോദിച്ചു. മഹിയെ നിന്ന് നോട്ടം മാറ്റി ആദ്യം നോക്കിയൊന്ന് മോളി. നിങ്ങൾ ടെൻഷൻ ആകണ്ട. അവന്മാർക്ക് പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കോളേജിന്റെ മുന്നിൽ ചിലപ്പോൾ ക്യാമറ ഒക്കെ ഉള്ളത് കൊണ്ട് അവന്മാര് പെട്ടെന്നൊന്നും ചെയ്യില്ല. നിങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആദ്യം അവരെ ടെൻഷൻ ഏൽപ്പിക്കാതെ ഇരിക്കാൻ അവരോട് അങ്ങനെ പറഞ്ഞു. അവന്റെ ഉള്ളിലും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ആദ്യയുടെ വായിൽ നിന്ന് അങ്ങനെ കേട്ടത് പിന്നെ രണ്ടുപേർക്കും പിന്നെ സമാധാനം ഇല്ലായിരുന്നു.
ഇനി വീട്ടിലെത്തിയിട്ട് അവളുമാരെ കാണും വരെ ഈ ടെൻഷൻ അനുഭവിക്കണം. അപ്പു പതിയെ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. പിന്നെയും കാറിൽ നിശബ്ദത. 3 പേര് പരസ്പരം ഒന്നും മിണ്ടിയില്ലെങ്കിലും 3 പേരുടെ ഉള്ളിലും ടെൻഷനായിരുന്നു. അതിനിടയിൽ ആദ്യം ഫോൺ എടുത്ത് ആർക്കോ ഒരു മെസ്സേജ് അയച്ചു. പിന്നെ അപ്പുവിനെ മഹിയെ ഒന്ന് നോക്കി. 2 പേരുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടെന്ന് ആദിക്ക് മനസ്സിലായി. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ അപ്പുവും മഹിയും ആദ്യം ദത്തൻ നമ്പൂതിരിയുടെ തറവാട്ടിലെത്തി. കാറിൽ നിന്ന് അപ്പു ഇറങ്ങുമ്പോൾ അവൻ ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ണന് സംസാരിക്കാൻ പറ്റണേ എന്ന്.